നാരദ ഭക്തി സൂത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഭക്തിയെക്കുറിച്ച് അന്തിമമായിട്ടുള്ള എന്തെങ്കിലും നമ്മൾ അറിയണമെങ്കിൽ ഒന്നുകിൽ ഭഗവത്ഗീതയിലെ നമുക്ക് 12ാം അധ്യായമായിട്ടുള്ള ഭക്തി യോഗമുണ്ട്. അതില്ലാതെ നമുക്ക് വാസ്തവത്തിൽ ഭക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാരദൻ്റെ ഭക്തിസൂത്രമാണ്. നാരദൻ്റെ ഭക്തിസൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് നാരദൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യലബ്ധാപമാൻ സിദ്ധോ ഭവതി തൃപ്തോ ഭവതി അമൃതോ ഭവതി യത് പ്രാപ്യന കിഞ്ചിത് വാഞ്ചതേന ശോചതേന ദ്വേഷ്ടേന രമ്യതേന നോത്സാഹി ഭവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്തി എന്ന് പറഞ്ഞതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമം എന്നാണ്. ഭഗവാനോടുള്ള അനുപമ്യമായിട്ടുള്ള, അത് വിവരിക്കാൻ പറ്റാത്തൊരു പ്രേമം. എന്താണ് ആ പ്രേമം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത്രയ്ക്ക് പ്രയാസമുള്ളൊരു കാര്യമാണ്. ഭഗവാനെ നമ്മൾ എന്ത് കൊടുക്കും എന്ന രീതിയിൽ നമ്മൾ എന്തെന്നല്ല അറിയാതെ ഭഗവാനെ പ്രേമിക്കുന്നതാണ് ശരിക്കും ഭഗവാന്റെ പ്രേമം. ആ പ്രേമം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരാഗ്രഹം ഉണ്ടാവില്ല. ലബ്ധ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ പുംസഹ, മനുഷ്യൻ ലബ്ധ ന ശോചതി ന ദ്വേഷ്ടി ന രമത്തെ നോത്സാഹി ഭവത്തെ, ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല, ഈശ്വര വിചാരം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു നാരദന് ഒരു പ്രാവശ്യം ഭഗവാനെക്കുറിച്ചൊരു സംശയം തോന്നി. ഈ ഭഗവാൻ എന്താ വിഷ്ണുവിൻ്റെ രൂപം, കൃഷ്ണൻ്റെ രൂപമൊക്കെ ഭൂമിയിൽ അവതരിപ്പിച്ചിട്ട് ഇദ്ദേഹം ഇവിടെ എന്താ ചെയ്യണേ? നമ്മളെല്ലാവരും പറ്റിച്ചിട്ട് ഇങ്ങനെ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു? എന്നിട്ട് ഇദ്ദേഹം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഒന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ആ വിശ്വരൂപം അറിയാൻ വേണ്ടിയിട്ട് നാരദൻ തൻ്റെ സംശയദൃഷ്ടിയോടുകൂടെ ഭൂമിയിൽ വരുന്നു. വൃന്ദാവനത്തിൽ വരുമ്പോൾ എല്ലാ ഗോപസ്ത്രീകളുടെയും കൂടെ നാരദൻ ശ്രീകൃഷ്ണനെ കണ്ടായിരുന്നു. ഭഗവാനൊരു ഏത് നമ്മുടെ ഗോപസ്ത്രീയുടെ കൂടെ പോയാലും അവിടെ വിഷ്ണുവുണ്ട്, കൃഷ്ണനുണ്ട്. അത് സുധാമയുടെ കൂടെയുണ്ട്, അക്രൂരൻ്റെ കൂടെയുണ്ട്. പിന്നെ അദ്ദേഹം രാജകൊട്ടാരത്തിൽ പോയപ്പോൾ അവിടെയും ശ്രീകൃഷ്ണനുണ്ട്, ഗോപസ്ത്രീകളുടെ കൂടെയുണ്ട്. എവിടെയില്ലാത്തത്? ആകെ കൺഫ്യൂഷനായി. ഭഗവാനെ എന്നെ ഒന്ന് കാണിച്ചു തരൂ, ഭഗവാന്റെ ഒരു രൂപം എന്താണെന്ന് കാണിച്ചു തരുമെന്ന് ആഗ്രഹിച്ചിട്ട് വന്ന ആളാണ്, ഭഗവാനെ സംശയിച്ചിട്ട് വന്ന ആളാണ്. ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് സംശയം വന്നിട്ട് ഭഗവാൻ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന ആളാണ്. ഇത്രയും ഒരു മഹത്തായിട്ടുള്ളൊരു ശാസ്ത്രം ഭക്തിയോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ നാരദ ഭക്തി സൂത്രത്തിൽ നമുക്ക് നാരദൻ്റെ ഭക്തിയിൽ വളരെയധികം ഭക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാൻ തന്നെ നാരദനെ കൊണ്ട് തൻ്റെ ലീലകളെക്കുറിച്ച് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് ഒരു മാധ്യമമാക്കിയതാണ്. ആ മാധ്യമത്തിലൂടെയാണ് നാം ഇന്നും ഭഗവാന്റെ ആ വിശ്വരൂപം അറിയുന്നത്. വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനനെ കാണിച്ചത് മാത്രമല്ല, അത് ഈ ലോകം മുഴുവനും ഭഗവാൻ വ്യാപിച്ച് കിടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിശ്വരൂപം കാണിച്ചത്. പക്ഷേ ഈ വിശ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഓംനി പ്രസൻസ് ആൻഡ് ഓംനി പൊട്ടൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുമല്ലോ, അത് കറക്റ്റായിട്ട് അന്ന് തന്നെ നമ്മുടെ നാരദനെ സംബന്ധിച്ചിട്ട് നാരദനെ കാണിക്കാനായിട്ട് നാരദൻ്റെ മാധ്യമത്തിലൂടെ ഭഗവാൻ അത് പ്രദർശിപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണൻ എവിടെയും ഉണ്ട്. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വരൂപമാണ് ഭഗവാന്റെ. ആ വിശ്വരൂപത്തിൽ നിന്നും ഭഗവാൻ എവിടെയൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് അതിശയം തോന്നി. അങ്ങനെ ഭഗവാന്റെ ആ ലീലയിൽ അദ്ദേഹം മുഗ്ധനാവുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഈ ലീല ഭഗവാൻ തന്നെ പറയുന്ന ഭക്തിയോഗത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പത്രം പുഷ്പം ഫലം തോയം. പത്രം, എനിക്ക് ഇല മതി. നിങ്ങൾ ഏത് മനോഭാവത്തിലൂടെയാണ് എന്നെ ആരാധിക്കുന്നത്, ആ മനോഭാവത്തിലൂടെ മാത്രമേ എനിക്ക് വാസ്തവത്തിൽ ആ സ്നേഹം അറിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പുഷ്പമായിട്ടും ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമായിട്ടും എന്നെ അർപ്പിക്കുക. അതിലൂടെ മാത്രം എന്നെ എൻ്റെ പ്രേമം അറിയാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. എനിക്ക് നിങ്ങൾ ഒരു സാധനവും കണ്ട ഈ ലോകം മുഴുവനും എൻ്റേതാണ്. ആ സമയത്ത് ഈ ലോകം മുഴുവൻ എൻ്റേതാകുമ്പോഴേക്കും ഞാൻ എന്തിനു നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങളുടെ ആയിട്ടുള്ള ഒന്നുമില്ലല്ലോ. പക്ഷേ എൻ്റെ സ്നേഹം അറിയാനായിട്ട് നിങ്ങൾ എന്നിലൂടെ വരണമെങ്കിൽ ഈ ഒരു ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്. ഇപ്പോൾ ഭക്തിയുടെ ആഭാസത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഭക്തിയുടെ ആഭാസത്തിൽ നമ്മൾ ഈ എന്തൊക്കെ ആൾക്കാർ കോപ്രായത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അത് ഓരോരുത്തരുടെയും മാനസികമായിട്ടുള്ള പക്വതയുടെ നിലവാരത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന്
നമ്മൾ ഭക്തിയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നാരദനില്ലാത്തൊരു ഭക്തിയില്ല. കാരണം എന്നും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു മഹത്തായ ജീവിതമാണ് നാരദൻ്റേത്. ഇങ്ങനെ സതതം കീർത്തയന്തോ മാം എന്ന ഭക്തിയോഗത്തിൽ ഭഗവാന്റെ ഇതിൽ പറയുന്നുണ്ട്, വിഷ്ണു ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത് സതതം കീർത്തയന്തോ മാം, എപ്പോഴും എന്നെക്കുറിച്ച് മാത്രം കീർത്തിച്ച് നടക്കുന്നവർ, അവരെ ഞാനെല്ലാം, അവരുടെ യോഗക്ഷേമം എല്ലാം ഞാനാണ് നോക്കുന്നത്. അവരിൽ എൻ്റെ അംശങ്ങളാണ്, ഞാനെന്നും അവരിലുണ്ടാവും, എൻ്റെ പ്രകടമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരിലുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാക്സിമം ഭഗവാനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നമ്മൾ എവിടെ ഇരുന്നാലും ശരി, എന്ത് ചെയ്യുന്ന പ്രവൃത്തിയിലായാലും ശരി, നമ്മൾ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഭഗവാന്റെ ആ വിശ്വരൂപം നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാവണം. ഈ ലോകം മുഴുവനും ഭഗവാന്റേതാണ്. അതുകൊണ്ട് ഭഗവാൻ അല്ലാത്ത ഒരു ലോകം നമുക്കില്ല. ഈ ഭക്തിയോഗത്തെക്കുറിച്ച് ഇന്ന് നാരദൻ്റെ വഴി ഈ കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ.